അപ്പൊ ഞാനിങ്ങനെ ട്യൂട്ടർ അടുത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഇത് ഗേൾസിന് സ്കോപ്പ് ഇല്ലാത്ത ഏരിയ ആണോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കംഫർട്ട് ആവണത് എങ്ങനെയാ വെച്ചാൽ ഒരു ഓഫീസ് വർക്ക് കിട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ബിം ചൂസ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. ഇപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇന്റേൺഷിപ്പ് ആണ് നമ്മളൊരു പ്രൊഫഷണൽ ആക്കി എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. In today's session, I am pleased to introduce the BIM students who have successfully completed their training and now placed in a top MNC company in Cochin. സോ അവരുടെ BIM ജേർണിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവർ ചാലഞ്ചസ്, എങ്ങനെയായിരുന്നു അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. സുമയ, അപ്പോൾ ജോബൊക്കെ കിട്ടി, സന്തോഷമല്ലേ? എങ്ങനെ BIM-ൻ്റെ കരിയർ എടുത്തതിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആണ്? അപ്പോൾ ഇതെനിക്ക് ഓർമ്മയുണ്ട്, വന്നപ്പോൾ ഉള്ള സുമയും ഇപ്പോൾ ഉള്ള സുമയും നല്ല ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. സോ ഈ കരിയർ എടുത്തതിന് എന്താണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ? 100% ആണ്. കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് ആണല്ലോ കഴിഞ്ഞത്. എനിക്കൊരു സൈറ്റ് വർക്ക് ചെയ്യുന്നതിനോട് ഒട്ടും ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു ഞാൻ. എനിക്ക് ഓഫീസ് വർക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ കോളേജിൽ നിന്ന് തന്നെ ബാംഗ്ലൂർ സ്നൈഡർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ പ്ലേസ്ഡ് ആയതാണ്. അപ്പോൾ പോകേണ്ട കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കോളേജിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു ഓറിയന്റേഷൻ പോലെ നടത്തി, ബിമ്മിനെ കുറിച്ചിട്ടൊക്കെ ഒരു ടീം വന്നിട്ട് നടത്തിയിട്ടുണ്ട്. അതെ, നമ്മൾ ടെക് ഫെസ്റ്റിനൊക്കെ AC പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ബിമ്മിനെ കുറിച്ചൊക്കെ ഒന്നും കൂടെ എൻക്വയറീസ് നടത്തി. ഇപ്പോൾ നമുക്ക് നിയർ ബൈ ആയിട്ട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും പിന്നെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയി ചെയ്യാനും കുറേ സെന്ററിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ കുറേ നമ്മൾ എൻക്വയറീസ് ഒക്കെ നടത്തിയതിന് ശേഷം ലാസ്റ്റ് AC തന്നെ വരാം എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. ആ വന്ന പാടെ തന്നെ ബാസ്മിക്കൻ്റെ ഒരു ഓറിയന്റേഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി. ഇപ്പോൾ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര സംഭവം അല്ല എന്ന് വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ നമുക്ക് ഇഷ്ടത്തിൽ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഇത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് കിട്ടി. അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ലേണിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ചാലഞ്ചിങ് ആയിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ല അങ്ങനെ തുടങ്ങി. അപ്പോൾ അത് ഡെമോയിലും ഓക്കെ ആയിരുന്നു. ക്ലാസ് കയറിയ ശേഷം എന്തായിരുന്നു അതിൻ്റെ ഒരു? നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പഠിപ്പിച്ചു തരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മൾ CAD ഇൻസേർട്ട് ചെയ്യുന്നതാണ്. CAD ഫയൽ കാണുമ്പോൾ എന്താ ഒരുപാട് ഇപ്പോൾ ഫുൾ എന്തൊക്കെയോ ഇതൊക്കെ നമ്മൾ ചെയ്യണം, കുറേ ഉണ്ടല്ലോ, ഇത് കുറച്ച് ടഫാണല്ലോ അങ്ങനെയൊക്കെ ആദ്യം തോന്നും. പക്ഷെ നമുക്ക് പഠിപ്പിച്ച് തരുന്നതും നല്ലൊരു വേയിലാണ് പഠിപ്പിച്ച് തന്നോണ്ടിരുന്നത്. ഒട്ടും സ്പീഡല്ല, നമ്മളൊപ്പം തന്നെ കൊണ്ടുവന്ന് എല്ലാവരും ചെയ്ത് ഒരു നന്നായിട്ട് നമ്മൾ മോണിറ്ററിങ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇതിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി ആ CAD ഒന്നൊരു വിഷയമല്ല, കാരണം കുറച്ച് ഭാഗം നമ്മളെടുത്ത് ചെയ്യുമ്പോൾ ഒന്നൊരു വിഷയമല്ല എന്നുള്ള രീതിയിലെടുത്ത് CAD റീഡ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് സിമ്പിളാ. ആ റീഡ് ചെയ്യേണ്ടതാണ് നമുക്ക് വന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ റീഡ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡൊക്കെ പറഞ്ഞു തന്ന് ഒക്കെ നല്ല ക്ലാരിറ്റി തന്നു. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ കുഴപ്പമില്ലേനും അങ്ങനെ ചെയ്തു വന്നു. അപ്പോൾ സുമ ഇപ്പോൾ പ്ലേസ്ഡ് ആയി, ഒരു കൊച്ചിൻ കമ്പനി MNC കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേസ്മെന്റ് ആവാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് സുമയെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സുമയെ മനസ്സിലാക്കുന്നത്? അത് നമുക്ക് ഇപ്പോൾ ACന്ന് കിട്ടിയിട്ടുള്ള 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കോഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കിപ്പോൾ മോക്കപ്പ് റൗണ്ട്സ് ഉണ്ടാവാറുണ്ട്, എക്സാംസ് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ടെക്നിക്കലി ഏബിൾ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു കോൺഫിഡൻസ് ഇപ്പം നമ്മളെ മുഖത്തുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഇന്റർവ്യൂക്ക് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരു ആ സ്കില്ല് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഒരു ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൂടെയോ അല്ലെങ്കിൽ ഒരു ടൂൾ ടെസ്റ്റ് നടത്തുമ്പോൾ അതിലൂടെയൊക്കെ അവർക്ക് അത് സിങ്ക് ആവും. അപ്പോൾ ഒരു സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത്? അപ്പോൾ ഇതിൽ റൗണ്ട് ടെക്നിക്കൽ റൗണ്ട് ഉണ്ടായിരുന്നു, ടൂൾ ടെസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? രണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ടെക്നിക്കൽ റൗണ്ട് ആദ്യം ഒരു എക്സാം ആയിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ, അതിലവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ നമ്മളെ ഈ സാലറി എക്സ്പെക്ടേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് ശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ടൂൾ ടെസ്റ്റിലേക്ക് നമ്മൾ ലിസ്റ്റ് ഇട്ടത്. ആ ലിസ്റ്റിൽ വന്നു, ടൂൾ ടെസ്റ്റ് കഴിഞ്ഞു, പിന്നെ ഫൈനലായി. അപ്പൊ അതിലൊക്കെ നമുക്ക് പേടിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്രയും ട്രെയിനിങ് ഇവിടുന്ന് കിട്ടിയോണ്ടായിരിക്കും. ഇപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇന്റേൺഷിപ്പ് ആണ് നമ്മളൊരു പ്രൊഫഷണൽ ആക്കി എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. അത്രയും നമ്മൾ ഇപ്പൊ ഇന്റേൺഷിപ്പിനെ കണ്ടതും നമ്മളെ ട്യൂട്ടേഴ്സ് നമുക്കത് തരുന്നതും അത്രക്കും പ്ലാൻഡ് ആയിട്ട് ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത് അയച്ചു കൊടുത്തിട്ടും അതിലുള്ള ക്ലാഷസ് പറഞ്ഞു തന്നിട്ടും ഇതിലെന്താണ് ഇനിയിപ്പോൾ തിരുത്തേണ്ടത് ഞാൻ എന്നുള്ള കാര്യം അവർ പറഞ്ഞു തന്ന് കറക്റ്റ് ഒരു പ്രോപ്പർ വേയിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് പോയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാനൊരു പ്രൊഫഷണൽ എനിക്കൊരു കോൺഫിഡൻസ് വരാൻ കാരണം എൻ്റെ ഇന്റേൺഷിപ്പാണ്.
ബിമ്മ് പഠിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അതോ ആരെങ്കിലും വേറെ ആൾക്കാർ പറഞ്ഞാൽ ബിമ്മ് വേണ്ട, ഈ കരിയർ എല്ലാം ബെറ്റർ, വേറൊരു കരിയറാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ? ഇല്ല, ബിമ്മ് ഞാൻ ചൂസ് ചെയ്തതാണല്ലോ. ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇപ്പൊ എനിക്ക് എന്ത് വർക്ക് ചെയ്യണം, ഞാൻ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്ന് ഞാൻ ആണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തന്നെയാണ് ഫാമിലി നിന്നത്. സപ്പോർട്ടിങ് ആയിരുന്നു, എല്ലാവരും സപ്പോർട്ടിങ്. ഇപ്പൊ എങ്ങനെ ഫാമിലിയൊക്കെ വളരെ ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. കാരണം പ്ലേസ്മെന്റ് ആയത് എങ്ങനെ, ഇപ്പൊ കോഴ്സ് കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, ഒട്ടും ലാഗ് അല്ല. അടുത്തത് പ്ലേസ്മെന്റ് ആണ്, നമ്മൾ പ്ലേസ്ഡ് ആയി. അപ്പൊ ഞാനിപ്പോ ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ ഞാൻ എന്താ ചെയ്യാ, അങ്ങനത്തെ ഒരു ഫേസ് എനിക്ക് വന്നിട്ടേ ഇല്ലല്ലോ. കാരണം കോഴ്സ് ചെയ്യുന്നപ്പത്തിന്റെ ഇന്റേൺഷിപ്പ് നടത്തുന്നു, ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെന്റ്, നമുക്കിപ്പോ 2025 പാസ് ഔട്ട് ആണ് ഞാൻ ബിടെക്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഇയർ ഗ്യാപ്പ് ഒന്നും വന്നില്ല. ഇപ്പൊ 26 നമ്മളിപ്പോ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിലേക്കാളൊരു സന്തോഷമുള്ള കാര്യം വേറെ എന്താ, ഞാൻ അതാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം. നമുക്കൊരു ഗ്യാപ്പ് വരാണ്ട് നമ്മളിതൊക്കെ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടാവും. ജോയിൻ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ഏതാണ്? 12 ജാനുവരി കൊച്ചി. സുമയ്ക്ക് ഇവിടെ ടെക്നിക്കൽ സ്കില്ല് വളരെ കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. കാരണം ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോയിൽ പോകുമ്പോൾ ടെക്നിക്കൽ സ്കില്ല് കിട്ടി, അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെന്തായാലും ഇൻ്റർവ്യൂവിൽ റിഫ്ലക്ട് ചെയ്തു. സോ അപ്പാർട്ട് ഫ്രം ടെക്നിക്കൽ സ്കിൽ വേറെ എന്തെങ്കിലും സ്കില്ല് നിങ്ങൾക്ക് ഇവിടുന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈസി ഓഫ് സ്കിൽസ് എന്തെങ്കിലും കിട്ടിയ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് സ്കില്ലാണോ എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ എന്താണ്, ഇപ്പം നമുക്കൊരു ടീം ഉണ്ടല്ലോ, ഒരു ടീം വർക്കാണ് ആക്ച്വലി. നമ്മൾ ഈ ബാച്ച് മൊത്തം ടീം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സ്റ്റുഡൻസിനെ മാത്രമല്ല, നമ്മൾ മാനേജർ സാറ് ഇവിടുത്തെ ശരിക്കും ഒരു ബോസാണ്. പക്ഷെ നമ്മളടുത്ത് ഒരിക്കലും ഒരു ബോസ് ക്യാരക്ടർ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സാറെ കാണുന്നത് നമ്മളതിൽ ഒരാളെ പോലെ തന്നെ. അപ്പം ആ ഒരു സ്പേസ് ഒരാൾ തരുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് പോകാൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസും കൂടെ ഇഷ്ടപ്പെടണമല്ലോ. അപ്പോൾ അത് ഞാൻ സാറെ അടുത്ത് നിന്ന് കണ്ടത്, സാർ ഒരിക്കലും നമ്മളടുത്ത് ഒരു ബോസി പോലെ ബിഹേവ് ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യം പോലെ തോന്നുന്നു. അപ്പോൾ നമ്മളൊരാളെടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതും അതൊക്കെ എനിക്ക് ഇവിടുന്ന് കുറച്ച് കിട്ടിയ പോലെ തോന്നുന്നു. അപ്പോൾ നമ്മളെ ട്യൂട്ടേഴ്സ് ആണെങ്കിൽ ഒരിക്കലും നമ്മളൊരു ടെൻഷൻ അടുപ്പിക്കുക അല്ലെങ്കിൽ പ്രഷർ ചെയ്യുക ഒന്നും ചെയ്തില്ല. നമ്മളെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് സാറാണെങ്കിൽ നമ്മൾ ടീം മൊത്തം അങ്ങനെയാണ് നമ്മുടെ അടുത്ത് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാച്ച് മൊത്തം പ്ലേസ്ഡ് ആണ്. അത് ഒരേ കമ്പനി, ഒരു MNC കമ്പനി. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് പറയും. അപ്പോൾ ഒരു ടീമിന്റെ ഒരു എഫക്റ്റീവ്നെസ്സും ഒരു കൊളാബറേഷൻ മൂടൊക്കെ നിങ്ങൾക്ക് ശരിക്കും, പിന്നെ എങ്ങനെ ഒരു ഓഫീസിൽ പെരുമാറണം, ഒരു പ്രൊഫഷണൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. താങ്ക്സ് ലോട്ട്. ആക്ച്വലി നമ്മൾ എന്നെ പറ്റി പറഞ്ഞാലും വളരെ താങ്ക് യു. ഓക്കെ, ഇപ്പോൾ സുമയ്യ, ഇപ്പോൾ നമ്മൾ ബിമ്മിലേക്ക് വരുന്ന ആൾക്കാർക്ക് പലർക്കും തോന്നുന്നത് ബിമ്മ് വേണോ വേണ്ടേ എന്നുള്ള വർത്താണോ അല്ലെങ്കിൽ തോന്നാറുണ്ട്. അപ്പോൾ അവരോട് എന്തായിരിക്കും സുമയുടെ ഒരു അഡ്വൈസ് എന്ന് പറയുകയാണെങ്കിൽ, സജഷൻ ഒരു അഡ്വൈസ് എന്തായിരിക്കും? അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ബേസിക്കലി ഞാൻ വന്ന സമയത്ത് മൊത്തം ബോയ്സ്, ഞാൻ ഒറ്റ ഗേള് തന്നെ നമ്മളെ ബാച്ചില്. അപ്പൊ ഞാനിങ്ങനെ ട്യൂട്ടർ അടുത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഇത് ഗേൾസിന് സ്കോപ്പ് ഇല്ലാത്ത ഏരിയ ആണോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, ആൾക്കാർ അത്രയ്ക്ക് അവെയർ അല്ലാത്തതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയില്ലേ, അപ്പം അതൊരു എക്സാമ്പിളാണ്. അതങ്ങനെ നമുക്ക് പറ്റില്ല, ഇത് നല്ല മേഖല അല്ല, അങ്ങനെയൊന്നുള്ള കാര്യമില്ല. യഥാർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഗേൾസിന് കുറച്ചും കൂടി ഓറിയന്റഡ് ആണ്. കാരണം സൈറ്റിൽ പോകണ്ടെന്നല്ല ഞാൻ പറയണം, പക്ഷേ കമ്പാരിറ്റീവ്ലി ദേ വിൽ പ്രിഫർ ഫോർ ഓഫീസ് വർക്ക്. അങ്ങനെയാണെങ്കിൽ ബിം എന്നുള്ളത് വെരി ഗുഡ് ഓപ്ഷൻ ആണ്. അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ സൈറ്റ് വർക്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത്. അപ്പം അങ്ങനത്തെ സൈറ്റിൽ പോയിട്ട് വിസിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്കൊന്നും കൂടെ ഞാൻ കംഫർട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓഫീസ് വർക്ക് കിട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ബിം ചൂസ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. അപ്പോൾ പക്ഷെ ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബിമ്മാണ്. റിവിറ്റ് പഠിച്ചു, നായ്സ് വർക്ക് പഠിച്ചു, ഈവൻ CAD-ന്റെ ബേസിക്സ് എന്താണ്, എങ്ങനെയാണ് CAD റീഡിങ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വ്യൂ എന്താണ്, ടെക്നിക്കൽ വ്യൂ എന്താണെന്നൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൂൾ അല്ലാതെ ബിമ്മിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് ബിം? കാരണം പൊതുവേ ഉള്ള കുഴപ്പം ബിം എന്താണെന്നോ റിവിറ്റ് എന്താണെന്നോ ആൾക്കാർക്ക് അറിയുന്നില്ല. ഈവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു കൃത്യത ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഇവിടെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ കിട്ടിയോ? അതിലെന്തായിരുന്നു നിങ്ങളൊരു കോൺഫിഡൻസ് ലെവൽ എന്താണ് ബിമ്മിനെ പറ്റി? ഐ ആം നോട്ട് ആസ്കിങ് അബൌട്ട് ദ സോഫ്റ്റ്വെയർ, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ കോൺസെപ്റ്റ് ബിം എന്ന് പറയുന്നത്. അത് കിട്ടീന്ന് എന്തായാലും കിട്ടീന്ന്. കാരണം തുടക്കത്തിലുണ്ടായ ഓറിയന്റേഷൻ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എന്താണ് ബിം എന്ന് അറിയാണ്ട് നമുക്ക് ഒരിക്കലും സോഫ്റ്റ്വെയർസിലേക്ക് വരാൻ പറ്റില്ലല്ലോ. ബിം എന്താണ്, ഇതൊക്കെ പിന്നെ ഈ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം സാറിന്റെ അഡ്വാൻസ്ഡ് ബിമ്മിന്റെ ക്ലാസ് ഉണ്ടായില്ലേ, അത് നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കിട്ടി. എന്താണ് എന്തിനാണ് എന്നൊക്കെയുള്ള സംഭവം അത് നല്ല വാല്യൂ ആണെന്നുണ്ട് ഞാൻ ആ ക്ലാസ്സിന്. ആ അഡ്വാൻസ്ഡ് ബിം അത്ര അടിപൊളിയായിരുന്നു ആ സംഭവം. അപ്പം അതിലൂടെ നമ്മൾ എന്താണ് കറക്റ്റ് ബിം എന്താണ്,
നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് ഇതിൽ ഇങ്ങനെ ചെയ്യാൻ പഠിക്കുന്നതിലുപരി എന്തൊക്കെ ഇത് കൊണ്ട് ചെയ്യാം എന്താണ് എന്നുള്ളൊരു കറക്റ്റ് കാര്യം കിട്ടുന്നത് അങ്ങനെ. അപ്പോൾ സുമയ ഇവിടെ ലേണിംഗ് എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് പഠിച്ചു, അതിനുള്ള കറക്റ്റായിട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ലൈക്ക് ഈ പറഞ്ഞ മോക്കപ്പ് സെഷൻസും മാനേജ് സെഷനും അഡ്വാൻസ് സെഷനും ഒക്കെ. അപ്പാർട്ട് ഫ്രം ദിസ് എന്താണ് ACF സ്കിൽസിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ആക്ടിവിറ്റീസ് പോലും ഉണ്ടായിരുന്നോ, അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും എന്തായിരുന്നു അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? ഇപ്പം നമ്മൾ കോളേജിൽ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കോളേജിൽ എല്ലാ ഫെസ്റ്റും കുട്ടികളൊപ്പം നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കോളേജ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ പഠിത്തം മാറ്റി വെച്ചാൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ഈ ക്രിസ്മസ് ആയാലും ഓണം അങ്ങനത്തെ പരിപാടികളൊക്കെ എൻജോയ് ചെയ്യേണ്ട സംഭവം. AC-ലും നമുക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് വരാൻ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ ഒരു റീസൺ ഇതും കൂടാണ് ആക്ച്വലി. എന്നുവെച്ചാൽ നമുക്കിവിടെ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ നമ്മളെ ടീം തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ, പിന്നെ ഫുട്ബോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി, പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. ടീമിനെ ഒന്നും കൂടെ ഇതായിട്ട് നിർത്താൻ തീർച്ചയായും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഈ ബോണ്ട് കൂടണം, ബാച്ച്മേറ്റ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടണം, കമ്മ്യൂണിക്കേഷൻ നന്നാവണം. ഇതൊക്കെ ബിമ്മിന്റെ പാർട്ടാണ് ആക്ച്വലി. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റാണ്. സോ അതിലേക്ക് എത്തിക്കാനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നത്. അതൊക്കെ എന്തായാലും യൂട്ടിലൈസ് ആയി എന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ സുമയ ഓക്കെ, ഇപ്പോൾ പ്ലേസറിൽ വളരെ സന്തോഷം. അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. നമ്മൾ ACF സ്കിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷോർട്ട് ടേമിനല്ല, നമ്മൾ ലോങ് ടേം റിലേഷൻഷിപ്പാണ്. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ടച്ച് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും കണക്ട് ചെയ്യാം. വി ആർ ഹാപ്പി ടു സപ്പോർട്ട് യു. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്.